ഹലോ എവരി വൺ. നമ്മളിന്ന് നാലാമത്തെ ചാപ്റ്ററായ എ സി സർക്യൂട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ പുതിയ സിലബസിൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ചേഞ്ചസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബാക്കി പഴയ കുറച്ച് ഭാഗങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ തുടക്കത്തിലെ ഭാഗം നിങ്ങൾക്ക് പഴയ സിലബസിലില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ആദ്യം പറയാം. ഓക്കെ, എ സി സർക്യൂട്ട്സിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ അവിടെ പറയുന്നുണ്ട്. നമുക്കിതിൽ ആദ്യം പറയാനുള്ളത് റെസണൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. റെസണൻറ്റ് സർക്യൂട്ട് അല്ലെങ്കിൽ LCR സർക്യൂട്ട് എന്നും പറയാം. നമ്മൾ LCR സർക്യൂട്ട്സിനെ റെസണൻറ്റ് സർക്യൂട്ട്സ് എന്ന് വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു ഡെറിവേഷൻ നമ്മൾ തൊട്ട് മുമ്പത്തെ ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു LCR സർക്യൂട്ടിനകത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഒമേഗ എന്ന് പറഞ്ഞൊരു ആംഗുലാർ ഫ്രീക്വൻസി ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതാണ് ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക. അതിനകത്ത് പിന്നെ കപ്പാസിറ്ററും ഇൻഡക്റ്റൻസും ഉണ്ടെന്ന് കരുതുക. ഓക്കെ, കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും എന്ന് പറഞ്ഞാൽ വരച്ച് കാണിക്കാം. നമുക്കൊരു സർക്യൂട്ട് ഉണ്ട്, അതിനകത്തൊരു കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, അതുപോലെ എന്തുണ്ട്, ഒരു ഇൻഡക്ടർ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇത് C, ഇത് L. ഇത്തരത്തിലൊരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ഉള്ള സർക്യൂട്ട് ഈസ് എ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആണ് ശരിക്കും. നമ്മൾ മെക്കാനിക്കലി ഒരു ഹാർമോണിക് ഓസിലേറ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, നിങ്ങൾ ഒരു പക്ഷേ അനുസാറാവും പഠിപ്പിച്ചിട്ടുണ്ടാവുക മെക്കാനിക്സിനകത്ത്. അതേപോലത്തെ ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആണെന്ത് ഈ ഒരു സംഭവം. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഒരു സർക്യൂട്ടിനകത്ത് നമ്മളൊരു റെസിസ്റ്റർ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതൊരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആവും. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ബേസിക്സ് നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഡിറൈവേഷനും ഒക്കെ നിങ്ങൾ ചെയ്തതാണ്. ഓക്കെ, ഇവിടെ LC ആണെങ്കിൽ ഹാർമോണിക് ഓസിലേറ്ററും അതുപോലെ ഇവിടെ ഒരു R നമ്മൾ ആഡ് ചെയ്താൽ ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് ഈ ഒരു സർക്യൂട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി നമ്മൾ നേരത്തെ പറഞ്ഞു. നമുക്ക് ഇവിടെ ഒന്നുകൂടെ പറയാം. ഒരു ഫോർമുല ഉണ്ടായിരുന്നു 1/√LC എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്ന ഇതൊരു പിന്നെ AC സപ്ലൈ വെച്ചിട്ട് നമ്മളിത് റൺ ചെയ്യുകയാണെച്ചാൽ അതിലേക്ക് കൊടുക്കുന്ന ACയുടെ ഫ്രീക്വൻസിയും ഇതിൻ്റെ ഫ്രീക്വൻസിയും മാച്ച് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ റെസണൻസ് എന്ന് പറയാം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള റെസണൻസ് തന്നെ. സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയും നമ്മുടെ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും മാച്ച് ആയാൽ അതിനെയാണ് റെസണൻസ് എന്ന് പറയാം. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സർക്യൂട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. നമുക്ക് നോക്കാം. ഇവിടെ ഇതിനകത്ത് ഞാൻ EMF സോഴ്സ് കൊടുത്തിട്ടില്ല ഇപ്പോൾ തൽക്കാലം. അപ്പോൾ നോക്കാം, ഇതിൻ്റെ ഈ ഒരു സർക്യൂട്ടിൻ്റെ EMF ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VL വോൾട്ടേജ് ത്രൂ ഇൻഡക്ടർ പ്ലസ് VC വോൾട്ടേജ് ത്രൂ കപ്പാസിറ്റർ പ്ലസ് VR ഈസ് ഈക്വൽ ടു 0 എന്നാണ്. 0 വരാൻ കാരണം ഇതിൽ EMF സോഴ്സ് ഇല്ല. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിൻ്റെ EMF ഇക്വേഷൻ ഇങ്ങനെ വരിക. അതായത് വോൾട്ടേജ് 3 കമ്പോണൻസ് ഉള്ള, അപ്പോൾ 3 കമ്പോണൻസും കൂടി ഷെയർ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം ഒരു ഇൻഡക്ടറിലൂടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? LdI/dt, where I is the current flowing through the circuit. ഓക്കെ, LdI/dt എന്ന് വരും ഇൻഡക്ടറിലൂടെ ഉള്ളത്. പ്ലസ് കപ്പാസിറ്ററിലൂടെ Q/C വരും. പ്ലസ് റെസിസ്റ്ററിലൂടെ IR വരും അല്ലേ, ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതിനകത്ത് നമുക്കറിയാം I ഈക്വൽ ടു dQ/dt ആണ് അല്ലേ. ചാർജ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജാണ് കറണ്ട്. അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇത് dI/dt. അപ്പോൾ ഐക്ക് വരാൻ dQ/dt കൊടുത്താൽ എന്ത് വരും? LD²Q/dt² പ്ലസ് Q/C പ്ലസ് R ഇവിടെ എടുക്കുക. I എന്ന് പറഞ്ഞാൽ dQ/dt ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഈ ചാർജിനെ ഇത് നമ്മളൊരു വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് Qക്ക് വരും CV എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇതിനെ വോൾട്ടേജിൻ്റെ ടേംസിലൊരു ഇക്വേഷൻ ആക്കി മാറ്റുകയാണ്. അപ്പോൾ എന്ത് വരും? Qക്ക് വരൊക്കെ CV കൊടുക്കുക. ഓക്കെ, അപ്പം C അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് വരും? LC × d²V/dt² പ്ലസ് CV/C എന്ന് പറഞ്ഞാൽ എന്ത് വരും? V എന്ന് വരും. പ്ലസ് RC dV/dt ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഇനി
ഇതിനെ ഞാനൊരു സി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്താ വരിക, എൽ ഡി സ്ക്വയർ വി ബൈ ഡി ടി സ്ക്വയർ പ്ലസ്, ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ, ഇനി ഞാൻ അടുത്ത ടേമായിട്ട് ഇതേ ഇതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട്. ഓക്കെ, അപ്പോൾ എൽ ഡി സ്ക്വയർ വി ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആർ ഡി വി ബൈ ഡി ടി പ്ലസ് വി ബൈ സി ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ നോക്കാം. ഇത് ശരിക്കും ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് നമ്മുടെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് ഭയങ്കര സാമ്യതയുണ്ട്. ഓക്കെ, എന്തായിരുന്നു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അതായത് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതായിരുന്നു നമ്മുടെ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഈ എം എന്ന് പറയുന്നതായിരുന്നു മാസ്സായിരുന്നു അല്ലേ, മാസ്സായിരുന്നു. അതുപോലെ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് അല്ലേ, ബി എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ്. അതുപോലെ ഇവിടെ ഈ കെ എന്ന് പറയുന്നത്, ഇവിടെ കെ എക്സ് ആണല്ലോ, കെ എന്ന് പറയുന്നത് എന്തായിരുന്നു, സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലേ, ആണല്ലോ, ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചതല്ലേ. അപ്പോൾ ഇതിനകത്ത് എം മാസ്, ബി എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്, കെ എന്തായിരുന്നു, സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഒരു പക്ഷേ നിങ്ങൾ ഈ ടേം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്താൽ ഇൻഡക്റ്റൻസിന്റെ സ്ഥാനത്ത്, മാസിന്റെ സ്ഥാനത്ത് ഇവിടെ ഇൻഡക്ടർ ആണ് അല്ലെ, ഇൻഡക്റ്റൻസ് ആണ്. അതുപോലെ ഡാമ്പിംഗ് കോഎഫിഷ്യന്റെ സ്ഥാനത്ത് ഇവിടെ റെസിസ്റ്റർ ആണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് സ്ഥാനത്ത് എന്താണ്, 1/c ആണ്, ഇൻവേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റെ സ്ഥാനത്ത് വരുന്നത് റെസിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂടുന്നതിനും കുറഞ്ഞതിനും അനുസരിച്ച് എന്തുണ്ടാവും, അവിടെ ഡാംപാണോ ഓവർ ഡാംപ്ഡ് ആണോ അതുപോലെ ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണോ എന്നൊക്കെയുള്ളത് തീരുമാനിക്കപ്പെടും. അത് നമ്മൾ പഠിച്ചാണല്ലോ അല്ലേ, മുമ്പേ നമ്മൾ നമ്മൾ ട്രാൻസിയൻറ്റ് കറണ്ടിൽ ചെയ്ത് പഠിച്ചതാണ്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അതിന് ഞാൻ വീണ്ടും ഒരു എൽ കൊണ്ടും കൂടെ ഡിവൈഡ് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ, ഈ പർട്ടിക്കുലർ ഇക്വേഷനെ നമുക്ക് ഒരു എൽ കൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്യാം. എന്നാൽ നമുക്ക് നേരത്തെ ഒബ്റ്റെയിൻ ചെയ്ത അതേ ഇക്വേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ഓവറോൾ ബൈ എൽ എന്താ വരിക, ഡി സ്ക്വയർ വി ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഡി വി ബൈ ഡി ടി പ്ലസ് വി ബൈ എൽ സി ഈക്വൽ ടു 0. ഞാൻ ഈ ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫോമിൽ ഇക്വേഷൻ എഴുതിയത്. ഇനി നമുക്ക് ഡെറിവേഷൻ കുറച്ചുകൂടെ സ്മൂത്തായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോമാറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ വി ഓഫ് ടി ഈക്വൽ ടു എന്താണ്, എ ഇ റൈസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, എ ഇ റൈസ് ടു മൈനസ് ആൽഫ ടി കോസ് ഒമേഗ ടി ആണ് എൻ്റെ ഒരു ഫോമാറ്റ്. ജനറൽ സൊല്യൂഷൻ എ ആൽഫ ഒമേഗയ്ക്ക് എന്താണ്, കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ, ഈ വിൻ്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിയുടെ വാല്യൂ നമ്മൾ ഇവിടെ ഇതിനകത്ത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഡി സ്ക്വയർ വി ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഈ വിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇത് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇത് 1 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ വിക്ക് പകരം ഇത് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ എയും അതുപോലെ ഇ റൈസ് ടു മൈനസ് ആൽഫ ടി ഒക്കെ കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഞാൻ പറയുന്നില്ല, ഭയങ്കര ലെങ്തി ആയി പോകും. ഓക്കെ, ഈ ചാപ്റ്ററിലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറേ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെറിവേഷനൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, സിമ്പിളാണ്. അതല്ല ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഇതിൻ്റെ റെസണൻസ് സർക്യൂട്ടിൻ്റെ ജസ്റ്റ് കണ്ടീഷൻസ് മാത്രം പഠിച്ചാൽ മതി. അപ്പം ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 2 ആൽഫ ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ആൽഫ കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി ബൈ എൽ സി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ, ആർ ബൈ എൽ ആൽഫ കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി ബൈ എൽ സി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്നുകൂടെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്താണ്, കോസിൻ്റെയും സൈൻ്റെയും ഫംഗ്ഷൻസിൻ്റെയും സെപ്പറേറ്റ് വേണം. അപ്പോൾ നോക്കാം, ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ്
2 ആൽഫ ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് ആർ ആൽഫ ബൈ എൽ കോസ് ഒമേഗ ടി മൈനസ് ആർ ഒമേഗ ബൈ എൽ സൈൻ ഒമേഗ ടി. ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പ്ലസ് 1 ബൈ എൽ സി കോസ് ഒമേഗ ടി ഈക്വൽ ടു 0. ഓക്കെ, ഇനി ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ഫോർ ഓൾ ടൈം ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈമിലും ടീൻ്റെ വാല്യൂ എന്ത് തന്നെ ആയാലും ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ദ കോഎഫിഷ്യൻസ് ഓഫ് സൈൻ ഒമേഗ ടി ആൻഡ് കോസ് ഒമേഗ ടി ഷുഡ് ബി 0. ഇതിൻ്റെ കോസ് ഒമേഗ ടിയുടെയും സൈൻ ഒമേഗ ടിയുടെയും പിന്നെ കോഎഫിഷ്യൻസ് 0 ആയാൽ മാത്രമേ എല്ലാ ടൈം ഇൻസ്റ്റൻസിലും ഇത് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ വാലിഡ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക 0യിലേക്ക്. അപ്പോൾ കോസ് ഒമേഗ ടിൻ്റെയും സൈൻ ഒമേഗ ടിൻ്റെയും കോൺസ്റ്റൻസ് പിന്നെ കോഎഫിഷ്യൻസ് നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സൈൻ ഒമേഗ ടിൻ്റെ നോക്കുക, സൈൻ ഒമേഗ ടി ഇവിടെ ഉണ്ട് 1, അതുപോലെ ഇവിടെ ഒരു സൈൻ ഒമേഗ ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ ഒമേഗ ടിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആൽഫ ഒമേഗ അല്ലേ, ഇവിടെ മൈനസ് ആർ ഒമേഗ ബൈ എൽ ഈക്വൽ ടു 0 എന്നാവും അല്ലേ. അതുപോലെ ഇനി കോസ് ഒമേഗ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇപ്പോൾ 0 ആക്കി. ഇനി കോസ് ഒമേഗ ടിയുടെ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താവും, ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇത്, പിന്നെ മൈനസ് ആർ ആൽഫ ബൈ എൽ, ഇനി ഇവിടെ പ്ലസ് 1 ബൈ എൽ സി ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം നമുക്ക് ഇന്നലെ കിട്ടിയ അതേപോലത്തെ ഒരു എക്സ്പ്രഷൻ കിട്ടും. 2 ആൽഫ ഒമേഗ ഈക്വൽ ടു ആർ ഒമേഗ ബൈ എൽ. അപ്പോൾ ഒമേഗ ഒമേഗ കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് ആൽഫ ഈക്വൽ ടു ആർ ബൈ 2L എന്ന് കിട്ടും. ഇത് ഓർക്കുന്നുണ്ടോ, ഇന്നലെ നമ്മൾ ട്രാൻസിയൻ കറണ്ടിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഡബിൾ എനർജി ട്രാൻസിയൻസിനകത്ത് ഇതേ എക്സ്പ്രഷനാണ് കിട്ടിയത്. ഓക്കെ, അത് ആൽഫ തന്നെയായിരുന്നു. ഓക്കെ, ഇനി ആൽഫയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആൽഫയുടെ വാല്യൂ ഇവിടെ ആൽഫ സ്ക്വയറിനും ആൽഫയ്ക്കും പകരം എന്ത് ചെയ്യാം, ഈ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് വീണ്ടും സോൾവ് ചെയ്യുക. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് ഇന്നലെ കിട്ടിയതുപോലെ 1 ബൈ എൽ സി മൈനസ് ആർ സ്ക്വയർ ബൈ 4L സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതും നമുക്ക് ഇന്നലെ കിട്ടിയ അതേ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ നമുക്ക് ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഒരു ടേംസ് ഓർത്ത് വെക്കലാണ് ഇമ്പോർട്ടൻ്റ്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് അവിടെയും കിട്ടിയത്. ഇനി നോക്കൂ, ഇനി ഈ പിന്നെ ഒമേഗയുടെ ഒരു വാല്യൂവിനനുസരിച്ചായിരുന്നു നമ്മളെ പിന്നെ ബാക്കി കാര്യങ്ങൾ അല്ലേ. ഈ ഒമേഗ സ്ക്വയറിൻ്റെ പിന്നെ 1 ബൈ എൽ സിയും അതുപോലെ ആർ സ്ക്വയർ ബൈ 4L സ്ക്വയറും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് 3-4 കേസ് ഉണ്ടായിരുന്നു അല്ലേ. ക്രിട്ടിക്കലി ഡാംഡ്, ഓവർ ഡാംഡ് അല്ലേ, അതുപോലെ അങ്ങനത്തെ കുറച്ച് കേസസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി ഈ ഒമേഗ എന്താണ്, ഒരു റിയൽ നമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷന് റിയൽ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ദിസ് ഷുഡ് ബി പോസിറ്റീവ്. ഒമേഗ പോസിറ്റീവ് ആയാൽ മാത്രമേ ഇതിനൊരു റിയൽ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ, ആർ സ്ക്വയർ ബൈ 4L സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൽ സി അല്ലേ. പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. അതായത് ഒമേഗ ഈസ് എ റിയൽ നമ്പർ, അപ്പോൾ ഒമേഗ സ്ക്വയർ നെഗറ്റീവ് ആകാൻ പറ്റൂല അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷന് റിയൽ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ, റിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഇത് ഒമേഗ സ്ക്വയർ അല്ലേ. അപ്പം ഒമേഗ എന്ന് പറഞ്ഞതിൻ്റെ റൂട്ട് കാണണ്ടേ, അതിൻ്റെ റൂട്ട് കാണുമ്പോൾ നെഗറ്റീവ് വരാതിരിക്കണമെങ്കിൽ ആർ സ്ക്വയർ ബൈ 4L സ്ക്വയർ ഈ ടേം ഇതിനേക്കാളും കുറയണം, ലെസ് ദാൻ 1 ബൈ എൽ സി എന്നുള്ള കണ്ടീഷൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയ 0 ആയി പോകും. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ വരണം അല്ലേ. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്താ പറയുക, ലോ ഡാമ്പിങ് എന്ന് പറഞ്ഞിരുന്നത്. ഇന്നലെ നമ്മൾ ലോ ഡാമ്പിങ് എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ ഇത് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ബൈ 4L സ്ക്വയർ ഈക്വൽ ടു 1 ബൈ എൽ സി എന്ന് പറഞ്ഞാലായിരുന്നു എന്ത്, പിന്നെ അതുപോലെ നമ്മുടെ എന്തായിരുന്നു ഡാംപ്ഡ് കേസ്. അതുപോലെ ആർ സ്ക്വയർ ബൈ 4L സ്ക്വയർ ലെസ് ദാൻ 1 ബൈ എൽ സി എന്ന് പറഞ്ഞാൽ മറ്റൊരു കേസും ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ 3 കേസ്. അപ്പോൾ നമുക്ക് ആ ഓരോ കേസും ജസ്റ്റ് ഒന്ന് പറയാം. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഇക്വേഷൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് എ ഇ റേസ് ടു മൈനസ് ആൽഫ ടി കോസ് ഒമേഗ ടി മാത്രമല്ല സൊല്യൂഷൻ, എന്തും പറ്റും. എ ഇ റേസ് ടു മൈനസ് ആൽഫ ടി സൈൻ ഒമേഗ ടിയും ഇതിൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എ ഇ റേസ് ടു മൈനസ് ആൽഫ ടി കോസ് ഒമേഗ ടിയും പറ്റും, സൈൻ ഒമേഗ ടിയും പറ്റും. ഓക്കെ, അപ്പം ചില ഇതിനകത്ത് നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ സൊല്യൂഷൻ വി ഓഫ് ടി ഈസ് ഈക്വൽ ടു
ഇ റൈസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്നെടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെടുത്താലും ഓക്കെയാണ്, കാരണം ഇതിൻ്റെ സൈനും കോസും ഫങ്ഷൻസ് ആണ്. അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ സൈനുസോയിഡൽ എന്നാണ് സിമ്പിൾ ടേംസ് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു കോമ്പിനേഷനും എന്താണ് ഇതിൻ്റെ സൊല്യൂഷനാണ്. അത് നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് പിന്നെ രണ്ട് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ വിൽ ആൾസോ ബി എ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ് അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് നോക്കാം. അതിനകത്ത് ഗ്രാഫ് നമ്മൾ ഇന്നലെ വരച്ചത് കൊണ്ട് ഞാനിനി വരക്കുന്നില്ല, ഞാൻ ഗ്രാഫ് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, അതായത് ഈ ഒരു കേസ് വേരിയേഷൻ ഓഫ് വോൾട്ടേജ് വിത്ത് ടൈം. ഓക്കെ, ഇതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാംപ്ഡ് ഓസിലേഷൻ. ഓക്കെ, ഇതായിരുന്നു ഡാംപ്ഡ് ഓസിലേഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സർക്യൂട്ട് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത LCR സർക്യൂട്ട്, അതിനകത്ത് ഇത്തരത്തിലുള്ള വേവ് ഫോംസ് ആണ് അതിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ ഇതാണ് ശരിക്കും AC എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുക, അതിനല്ലേ നമ്മൾ AC എന്ന് പറയാം അല്ലേ. അതുപോലെ ഞാനിപ്പം സാന്ദർഭികമായിട്ട് ഈ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് LCR സർക്യൂട്ടാണല്ലോ, ഇത് തന്നെയാണ് നമ്മുടെ ശരിക്കും റേഡിയോ റിസീവേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന, അതുപോലെ ഓസിലേറ്റേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ശരിക്കും AC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. നമ്മുടെ റേഡിയോ റിസീവർ ഉണ്ടല്ലോ, അതുപോലെ റേഡിയോ ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ വരുന്നത് ഈ ഒരു LCR കോമ്പിനേഷനാണ്. ഓക്കെ, നമ്മൾ ശരിക്കും എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഈ Lൻ്റെയും Cൻ്റെയും Rൻ്റെയും വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി ഒമേഗ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ചാനൽ ട്യൂൺ ചെയ്യാന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താ അറിയോ, C അതുപോലെ L എന്താവും, വേരിയബിൾ കപ്പാസിറ്റർ, വേരിയബിൾ ഇൻഡക്ടർ, വേരിയബിൾ റെസിസ്റ്റർ ഒക്കെ ആക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും ഒക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി ഒമേഗ മാറും. ഓക്കെ, ഒമേഗ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഫ്രീക്വൻസി മാറും. അതുകൊണ്ടാണ് ഓരോ ചാനലിനും ഓരോ ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ ഇത് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ റിസപ്റ്ററിലേക്ക് വരുന്ന ഫ്രീക്വൻസി അതിനനുസരിച്ച് മാറും. അങ്ങനെ നമുക്ക് ചാനൽ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഓസിലേറ്ററിൻ്റെ ഒക്കെ ബേസിക്സ് ഇത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പ്രൊഡക്ഷൻ ഓഫ് AC എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് AC നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇതിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഇതാണ് ACൻ്റെ പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ നമ്മൾ ഓസിലേറ്റേഴ്സിനകത്ത് DC വോൾട്ടേജിന് AC വോൾട്ടേജ് ആക്കുന്ന ഒരു സർക്യൂട്ടിനകത്തും ഇതാണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഉണ്ടായ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഗ്രാഫാണിത്. ഓക്കെ, വോൾട്ടേജ് ടൈമാണല്ലോ, ടൈമിനനുസരിച്ച് വോൾട്ടേജ് വേരി ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞ R²/4L² < 1/LC എന്ന് പറഞ്ഞ കണ്ടീഷന് വരുന്ന ഡാംപ്ഡ് കേസാണ് ഇത്. ഓക്കെ, റെപ്രസെൻറ്റിംഗ് ഡാംപ്ഡ് ഓസിലേഷൻ ഇൻ RLC സർക്യൂട്ട്. ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ Q = CV ആണല്ലോ, അതുപോലെ I എന്ന് പറഞ്ഞാൽ CdV/dt ആണ്. ഓക്കെ, ഈ രണ്ട് എക്സ്പ്രഷനിൽ നമുക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ കിട്ടിയ സൊല്യൂഷൻ വിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ, A raised to minus alpha t cos omega t എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഈ ഒരു എക്സ്പ്രഷനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. കറണ്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞു V = A e raised to minus alpha t cos omega t എന്ന് പറഞ്ഞു. അതിൻ്റെ സൊല്യൂഷൻ, ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അത് നമ്മൾ കറണ്ട് കാണാൻ എന്താണ്, C × dV/dt അല്ലേ. കറണ്ട് എന്ന് പറഞ്ഞാൽ I = dQ/dt അല്ലേ. ഓക്കെ, ആ ക്യൂക്ക് വരും CV ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ C × dV/dt എന്ന് വരും. ഇനി ആ വിൻ്റെ വാല്യൂ ഇതിനകത്ത് ഈ എക്സ്പ്രഷനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ എന്താണ് കറണ്ട്, എന്താണ് ഫോർമുല, AC ω × sin ωt + α/ω cos ωt. ഇത് വോൾട്ടേജ്, ഇത് കറണ്ട്. ഓക്കെ, ഈ വോൾട്ടേജും കറണ്ടും തമ്മിൽ എന്തുണ്ട്, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമുക്കൊരു ഗ്രാഫ് ഉണ്ടെന്ന് കരുതാം. ഇങ്ങനെ ഞാൻ ഫേസ് ഡിഫറൻസ് നിങ്ങൾക്ക് സിമ്പിൾ ടേംസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ സൈനിൻ്റെ ഗ്രാഫ് ഉണ്ടല്ലോ, സൈൻ എന്ന് പറഞ്ഞതിൻ്റെ ഗ്രാഫ്, അതായത് സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഗ്രാഫ് എന്താണ്, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയല്ലേ ഗ്രാഫ് അല്ലേ. എന്ന് പറഞ്ഞാൽ sin 0 എന്ന് പറഞ്ഞാൽ 0, പിന്നെ sin 90 എന്ന് പറഞ്ഞാൽ 1, പിന്നെ sin 2π എന്ന് പറഞ്ഞാൽ വീണ്ടും 0, പിന്നെ sin 3π/2, അങ്ങനെ അങ്ങനെ പോകും അല്ലേ. ഇങ്ങനെ കൂടിയും കുറഞ്ഞു പോകും. കോസിൻ്റെ ഗ്രാഫോ നേരെ ഓപ്പോസിറ്റാണ് അല്ലേ. എങ്ങനെ വരിക, ഇങ്ങനെ വരിക അല്ലേ, ഈ രീതിയിൽ അല്ലേ. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്തായാലും 1 ആണ് അല്ലേ. അപ്പോൾ ഇത് കോസാണ്, ഇത് സൈനാണ്
അല്ലേ? അപ്പോൾ ഈ കോസും സൈനും തമ്മിൽ എത്ര ഫേസ് ഡിഫറൻസ്? ഇത് 0 ആകുമ്പോൾ 1 ആണ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ്, അല്ലേ? 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ്. അത്തരത്തിൽ നമുക്കിവിടെ 2 എക്സ്പ്രഷൻസ് ഉണ്ട്. ഒന്ന് വോൾട്ടേജ്, ഒന്ന് കറണ്ട്. നമ്മൾ ഈ AC സർക്യൂട്ട്സ് ചെയ്യുക എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ വോൾട്ടേജ് വെച്ച് തുടങ്ങും, അല്ലെങ്കിൽ കറണ്ട് വെച്ച് തുടങ്ങും. എന്നിട്ട് ഏത് വെച്ചാണോ തുടങ്ങിയത് അതിൻ്റെ ഓപ്പോസിറ്റ് കാണും. ഇപ്പോൾ വോൾട്ടേജ് വെച്ച് തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കറണ്ട് കാണും. അല്ല, കറണ്ട് വെച്ച് തുടങ്ങിയാൽ നമ്മൾ വോൾട്ടേജ് കാണും. എന്നിട്ട് അവർ രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനും ഈ ഒരു ഫംഗ്ഷനും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെയും പറഞ്ഞ പോലെ ഡെറിവേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇതാണ് ആ ഗ്രാഫ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് വോൾട്ടേജ് ഇതാണ്, കറണ്ട് ഇതാണ്. ഓക്കെ, ഇവിടെ ഉണ്ട് വോൾട്ടേജ് ബിഗിനിങ്ങിൽ എന്താണ്? മാക്സിമം ആണ്. അപ്പോൾ കറണ്ട് 0 ആണ്. ഓക്കെ, ആ ഫേസ് ഡിഫറൻസ് പറഞ്ഞുകൊണ്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇത്. ഓക്കെ, റിലേറ്റീവ് വേരിയേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ LCR സർക്യൂട്ട്. ഓക്കെ, ഇതും ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കണം. ഓക്കെ, അതുപോലെ ഈ ഒരു എക്സ്പ്രഷനകത്ത് α/ω എന്ന് പറയുന്നതാണ് ഡാമ്പിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ് ഡാമ്പിംഗ് ഫാക്ടർ? ആ ഡാമ്പിംഗ് ഫാക്ടറിൻ്റെ വാല്യൂസിനനുസരിച്ച് നമുക്ക് Q വാല്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നോക്കുക, ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ Q വാല്യൂ എന്ന് പറയും. ഓക്കെ, നോക്കുക, ദ ഡാമ്പിംഗ് ഇൻ LCR സർക്യൂട്ട്. ഇത് RLC എന്ന് കൊടുത്തിട്ടില്ല, ഞാൻ LCR പറഞ്ഞ് ശീലമായതുകൊണ്ടാണ്. RLC LCR ഒക്കെ ഒന്ന് തന്നെയാണ്. ദ ഡാമ്പിംഗ് ഇൻ LCR സർക്യൂട്ട് ഈസ് സ്റ്റേറ്റഡ് ആസ് ദി ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ, ആ ഡാമ്പിങ്ങിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഫാക്ടറാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി Q ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എനർജി സ്റ്റോർഡ് പെർ ആവറേജ് പവർ ഡിസിപ്പേറ്റഡ്. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി ദ ലാർജർ ഈസ് Q എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ സ്മാളർ ദ ഡാമ്പിംഗ്. ഓക്കെ, ഒരു സർക്യൂട്ടിൻ്റെ ക്വാളിറ്റിയാണത്. ശരിക്കും ഡാമ്പിംഗ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇതല്ലേ ഓസിലേറ്റേഴ്സിൻ്റെ കേസിൽ, അല്ലേ? ഒരു സർക്യൂട്ടിൽ വേവ്സ് അങ്ങനെ ഒരേപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകലാണ്. ഓക്കെ, ആ വേവ് ഫോം ഇല്ലാതായി പോകലാണ്. ഓക്കെ, അപ്പം ക്വാളിറ്റി ഫാക്ടർ Q ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡാമ്പിംഗ് കുറയും. ഓക്കെ, ഇനി അവിടെ അതിനുള്ള എക്സ്പ്രഷൻ ഇതാണ് Q ഈസ് ഈക്വൽ ടു ω/2 ആൽഫ. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ R/2L ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Q ഈക്വൽ ടു ഒമേഗ ഇൻറ്റു L/R. ഓക്കെ, ഈ 2 എക്സ്പ്രഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. Q ഈക്വൽ ടു ω/2 ആൽഫ, അതുപോലെ ഇവിടെ Q ഈക്വൽ ടു ഒമേഗ L/R എന്ന് പറയുന്ന ഈ 2 എക്സ്പ്രഷൻ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അതിൻ്റെ കേസസ് ആണ്. ഓക്കെ, നോക്കാം. സ്പെഷ്യൽ കേസ് ഓഫ് ഡാംപ്ഡ് ഇലക്ട്രിക്കൽ ഓസിലേറ്റർ. ഓക്കെ, അതിനകത്ത് ആദ്യം വരുന്നത് അൺഡാംപ്ഡ് ഓസിലേറ്റർ ആണ്. അതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ആൻഡ് LCR സർക്യൂട്ട് വിത്ത് 0 ഓമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസാണ് അൺഡാംപ്ഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഇന്നലെ പഠിച്ച അതേ കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, ട്രാൻസിയൻറ്റ് കറണ്ടിലും ഇതേ കണ്ടീഷൻ ആയിരുന്നു. R ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അൺഡാംപ്ഡ് ഓസിലേറ്റർ ആണ്. ഓക്കെ, അപ്പം R ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ എന്തായിരുന്നു? ഒമേഗ L/R. അപ്പോൾ R ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ എന്താവും? ഇൻഫിനിറ്റി ആവും. ഓക്കെ അല്ലേ? അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ കൂടിക്കഴിഞ്ഞാൽ ഡാമ്പിങ് കുറയുന്നല്ലേ പറഞ്ഞേ. അപ്പം എന്താവും? അത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഓസിലേഷൻ സസ്റ്റെയിൻസ് ഫോർ എവർ, അല്ലേ? Q ഫാക്ടർ ഇൻഫിനിറ്റി ആവും. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് അങ്ങനെ നിലനിന്ന് പോകും എന്ന് പറഞ്ഞാൽ വേവ് ഫോം അതുപോലെ തുടർന്ന് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താണ്? ω² ഈക്വൽ ടു 1/LC ഇൻറ്റു -R²/4L² അല്ലേ? ഇതിനകത്ത് R ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ എന്താവും? ω² ഈക്വൽ ടു 1/LC. അപ്പോൾ ω ഈക്വൽ ടു 1/√LC എന്ന് വരും. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ആ ഒരു രണ്ടാമത്തെ കേസ് ഓവർ ഡാംപ്ഡ് ഓസിലേറ്റർ. ഓക്കെ, ഓവർ ഡാംപ്ഡ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? R > 2√L. ഈ എക്സ്പ്രഷൻ നമ്മൾ ഇതിൽ നിന്നും ഇന്നലെ ഡിറൈവ് ചെയ്ത് വെച്ചതാണ്, അല്ലേ? ആ കണ്ടീഷനിൽ നിന്നും 1/LC - R²/4L² ഈക്വൽ ടു 0 ആക്കിയിട്ട് നമ്മൾ എല്ലൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തതാണ്. അപ്പം ഓവർ ഡാംപ്ഡ് ഓസിലേറ്റർ എന്ന് പറഞ്ഞ കേസ് എന്താണ്? R > 2√L/C എന്ന് പറയും. ഓക്കെ, ദിസ് അറൈസസ് വെൻ ദി ഓസിലേഷൻസ് ആർ നിയർലി 0. ഓവർ ഡാംപ്ഡ് ആണ്, ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് ദ സർക്യൂട്ട് ജനറേറ്റ്സ് എ മോണോട്ടോമിക് ഡിക്രീസ് ഇൻ വോൾട്ടേജ് ഓർ കറണ്ട് വിത്ത് ടൈം. ഓക്കെ, ടൈമിനനുസരിച്ച് പിന്നെ ഒരു ചെറിയ വോൾട്ടേജോ കറണ്ടോ ഉണ്ടാവും. അത് ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും ടൈമിനനുസരിച്ച്. ഓക്കെ, അങ്ങനത്തെ ഒരു കേസാണ് ഉണ്ടാവുക. ഇനി അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ ഇന്നലെ λ1 + λ2 എന്ന് പറഞ്ഞ ടേംസിൽ നമ്മൾ ഇങ്ങനത്തെ പോലത്തെ ഒരു ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തതാണ് ഓൾറെഡി. ഓക്കെ, അപ്പോൾ നോക്കുക.
അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. ഓക്കെ, ഓവർ ഡാംഡ് എന്ന് പറഞ്ഞ കേസ് ഇങ്ങനെ വരിക. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അതിൻ്റെ ക്രിട്ടിക്കലി ഡാംഡ് കേസ്. ഓക്കെ, അതിനകത്ത് R=2√L/C എന്ന് വരും. ഓക്കെ, മോസ്റ്റ് റാപ്പിഡ് ഡിസിപ്പേഷൻ ഓഫ് ടോട്ടൽ എനർജി ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടാവുക. പെട്ടെന്ന് എന്ത് ചെയ്യും, ക്രിട്ടിക്കലി ഡാംപ്ഡ് അല്ലെ, പെട്ടെന്ന് ഡാമ്പ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെയാണ് വരിക. ഇനി അതിൻ്റെ ഗ്രാഫ് നമ്മൾ ഇന്നലെ ഇതുപോലെ ഒബ്റ്റെയിൻ ചെയ്തതാണ് അല്ലേ, ഒരു ചെറിയ പീക്ക് വന്നിട്ട് സ്റ്റീപ്പായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നിങ്ങളുടെ പുതിയ സിലബസിൽ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ വരുന്ന ഭാഗങ്ങൾ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ ഓൾറെഡി പഴയ സിലബസിൽ പഠിച്ചതാണ്, അത് നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് ട്രാൻസിയൻ കറണ്ട് എന്ന പോർഷനാണ്. അതിനകത്ത് നമ്മൾ മെയിൻലി DC കമ്പോണൻസ് ആയിട്ടൊക്കെയാണ് ഡീൽ ചെയ്തത് അല്ലേ. ഒരു AC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനകത്തെ EMF-ഉം കറണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, EMF-ന്റെയും കറണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അതായത് in AC circuits both EMF and current are changing in magnitude and direction അല്ലെ. അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു കേസാണ് AC എന്ന് പറഞ്ഞാൽ അല്ലെ. DC-ക്കകത്ത് വേരിയേഷൻ വരുന്നില്ല, ഒരു സിംഗിൾ ഡയറക്ഷനിലുള്ള കറന്റ് ഫ്ലോ ആണ് വരിക. ഓക്കെ, അത് നമുക്ക് പിന്നെ ബേസിക് തന്നെ തുടങ്ങി വെക്കാം. ഓക്കെ, നമ്മള് ഒരു DC സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മള് കറന്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ള എങ്ങനെയാണ്, IDC=VDC/R ആണ് അല്ലെ. അതിനകത്ത് ഓമിക് കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കമ്പോണൻസിനാണ് നമ്മൾ ഓമിക് കമ്പോണൻസ് എന്ന് പറയാം അല്ലെ. ഇപ്പൊ റെസിസ്റ്റൻസ് അല്ലെ, I=V/R എന്ന് പറഞ്ഞ റിലേഷൻ ഒബേ ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ I∝V എന്ന് പറഞ്ഞ ആ റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലെ. ഇതിനകത്ത് R എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് DC ആണ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് DC ആണ്. ഇനി ഇത് തന്നെ ഇതാണ് നമ്മളൊരു DC സർക്യൂട്ടിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇനി തന്നെ നമ്മളൊരു AC സർക്യൂട്ടിനെ അനലൈസ് ചെയ്യാൻ വെച്ചാൽ അതിനകത്ത് ചെറിയൊരു ചേഞ്ച് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു VAC/Z എന്നാണ് വരിക അല്ലെ. ഈ Z നമ്മൾ എന്താ പറയാ, ഇറ്റ് ഈസ് കോൾഡ് ഇംപിഡൻസ് അല്ലെ. ഇംപിഡൻസ് എന്ന് പറഞ്ഞാല് അത് ശരിക്കും എന്താണ്, റെസിസ്റ്റൻസ് തന്നെയാണ്, പക്ഷെ എന്ത് AC സർക്യൂട്ടിനകത്ത് അല്ലെ. നെറ്റ് റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് AC ഡ്യൂ ടു കമ്പോണൻസ് ലൈക്ക് ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെ. ഇതിനകത്ത് റെസിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവര് പിന്നെ കൊടുക്കുന്ന ഓപ്പോസിഷൻ മാത്രമേ കൂട്ടുള്ളൂ. AC-ക്കകത്ത് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ നെറ്റ് റെസിസ്റ്റൻസ് അല്ലെ, നെറ്റ് റെസിസ്റ്റൻസ് ഡ്യൂ ടു റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് അല്ലെ. ഈ ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും ഓംസ് ലോ ഒബേ ചെയ്യില്ല, അവര് നോൺ ഓമിക് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇതാണ് impedance is the effective opposition to the AC flow due to components like inductor, capacitor, resistor, etc. Okay, അപ്പൊ ഇങ്ങനെയാണ് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ ഒരു AC സർക്യൂട്ട് വരച്ചിട്ട് അത് അനലൈസ് ചെയ്യാനുണ്ട് അല്ലെ. അത് അനലൈസ് ചെയ്യാൻ നമുക്ക് മെയിൻലി 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് യൂസിങ് ബേസിക് ഓംസ് ലോ അല്ലെ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ലോസ് ഏതൊക്കെയാണ്, ഓംസ് ലോ, കിർച്ചോഫ് ലോ, അതുപോലത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ EMF ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക കറന്റിന് വേണ്ടിയിട്ട് അല്ലെ. ഞാൻ പറഞ്ഞേ ബേസിക് ആയിട്ടുള്ള ലോസ് ഉണ്ട്, കിർച്ചോഫ് ലോ, ഓംസ് ലോ ഒക്കെ ഉണ്ട് അല്ലെ. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ EMF ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യുക, എന്നിട്ട് കറന്റ് EMF തമ്മിലുള്ള റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യുക. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തത് ബൈ ഡ്രോയിങ് വോൾട്ടേജ് ആൻഡ് കറന്റ് ആസ് വെക്ടർ ഡയഗ്രാം. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, വെക്ടർ ഡയഗ്രാം വരച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തത് യൂസിങ് J ഓപ്പറേറ്റർ അല്ലെ. അങ്ങനെ 3 രീതിയിലാണ് നമുക്കൊരു AC സർക്യൂട്ടിനെ സോൾവ് ചെയ്യാൻ പറ്റുക. അതിനകത്ത് 3 മെത്തേഡ് നമ്മൾ വിശദമായിട്ട് തന്നെ പറയും. അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, എങ്ങനെയാണ് AC ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനുണ്ട് അല്ലെ. നമ്മളിങ്ങനെ AC എന്ന് കേൾക്കാറുണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ ഒരു ജനറേഷൻ തുടക്കത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുമാവും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു AC സർക്യൂട്ട് ഉണ്ടാവുന്നത് നോക്കാം. നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ഈസ് φ=B.A അല്ലെങ്കിൽ ഇന്റഗ്രൽ B.ds എന്ന് പറയാം. ഇതിന്റെ ജനറൽ ഫോം ആണ് ഞാൻ പറഞ്ഞത്, φ=B.A അല്ലെങ്കിൽ എന്ത് ചെയ്താൽ BA cos theta എന്ന് പറയാം അല്ലെ. where theta is the angle between B and area perpendicular to the loop അല്ലെ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടെന്ന് കരുതുക അല്ലെ, ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടെന്ന് കരുതുക അല്ലെ. ഈ ഡയറക്ഷനിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ഉണ്ടാക്കും. ആ സർഫസിന് നമ്മളൊരു നോർമൽ വരയ്ക്കുക അല്ലെ. അതിന്റെ നോർമലും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്, തീറ്റ എന്ന് പറയുന്നത് അല്ലെ.
ഇപ്പൊ ഒരു സർക്കിൾ, അപ്പൊ അതാ ഈ നോട്ട്ബുക്കിന്റെ പേജ് തന്നെയാണെങ്കിൽ ഇത് അല്ലെ, ഇതൊരു ബുക്കിന്റെ പേജ്, ഇതൊരു ലൂപ്പാന്ന് എഴുതാം. ഇതിന്റെ സൈഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വയർ ലൂപ്പാന്ന് എഴുതാം അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ആ ഡയറക്ഷനിൽ പോകുന്നുണ്ട് എഴുതാം. ഈ ലൂപ്പിന്റെ സർഫസിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, ഇങ്ങനെ ഒരു വെക്ടർ അല്ലെ. ഈ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണോ ആ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ അല്ലെ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ, എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാം, ഫാരഡേസ് ലോ അല്ലെ. EMF ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു മൈനസ് d∅dt. എന്താ ഫാരഡേസ് ലോ എന്ന് പറഞ്ഞാല്, whenever the magnetic flux linked with a coil is changed and EMF is induced and is given by equal to minus d∅dt അല്ലെ. ഇതാണ് ഫാരഡേസ് ലോ എന്ന് പറഞ്ഞാൽ അല്ലെ. ഇനി നമ്മൾ ഇതിന്റെ ഒരു പെർട്ടിക്കുലർ കേസ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, എന്താ ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെയൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു വയർ ലൂപ്പും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊരു വയർ ലൂപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഈ ലൂപ്പിന് ഇങ്ങനെ കറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇമാജിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താണ്, ഒരു ജനറേറ്റർ തന്നെയാണ്. ഓക്കെ, ഒരു ജനറേറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, ഒരു പിന്നെ അല്ലെങ്കിൽ ഡൈനാമോ അല്ലെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതിൽ കിടന്നിട്ട് ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പൊ ഡാമിലേക്ക് പോലെ അല്ലെ, അത് പിന്നെ ഹോഷു മാഗ്നറ്റ് ആണെന്നാലും അങ്ങനത്തെ ഒരു കേസ് ഇമാജിൻ ചെയ്യാം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവിടെ കിടന്നിട്ട് ഒരു സർക്കുലർ ലൂപ്പ് കറങ്ങുന്നു. അപ്പൊ അതിന്റെ ഫ്ലക്സ് അസോസിയേറ്റഡ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, അത് കാരണം ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു, അതിലൂടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒക്കെ നമുക്കറിയാം. അതുപോലെ ഓക്കെ, അപ്പം ഇതാണ് ഒരു ലൂപ്പ്. ഓക്കെ, ഇനീഷ്യലി ഈ ലൂപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഇതിന്റെ പിന്നെ പ്ലെയിനിന്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെയാണ് അല്ലെ. ഇത് തന്നെയാണ് നോർമൽ എന്ന് പറഞ്ഞാൽ, നോർമൽ ടു ദ പ്ലെയിൻ. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വരച്ച ചിത്രം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഓക്കെ, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ആ ഡയറക്ഷനില്ല അല്ലെ, ആ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊരു ലൂപ്പ് ഉണ്ട്. എങ്ങനെയാണ്, ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ, ഈ രീതിയിൽ. ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ലൂപ്പിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അബൌട്ട് ദിസ് ആക്സിസ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇതാണ് ആക്സിസ് അല്ലെ, ഈ ആക്സിസിൽ ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ഈ തീറ്റ എങ്ങനെ മാറിക്കൊണ്ടിരിക്കും, മാറൂലേ. ഞാൻ ഇനി ഇങ്ങനെ കാണിച്ചു തരാം. മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ ഡയറക്ഷനില്ല, അങ്ങോട്ടേക്കാണ് വരുന്നത്. ലൂപ്പ് ഇങ്ങനെയാണ്. ഇനി ഇതിങ്ങനെ കിടന്ന് കറങ്ങുകയാണ് അല്ലെ. ഇനീഷ്യലി ഇങ്ങനെയാന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ നോർമൽ ഇങ്ങനെ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ. അപ്പൊ തീറ്റ എത്രയാണ്, 0 അല്ലെ. ഇതാ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ് ഫിക്സ് ചെയ്തു കേട്ടോ. ഇനി ഞാൻ ഈ പിടിച്ചിട്ടുള്ള നോർമലാണ്. ഇനി ഞാനിത് റൊട്ടേറ്റ് ചെയ്ത് എന്തായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായില്ലേ, ബുക്കിന്റെ നോർമലായ ഈ പേനയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടായി അല്ലെ. ഇങ്ങനെ ഒന്ന് ഇത് 90 ആയി, പിന്നെ ഇങ്ങനെ ഒന്ന് പിന്നെ 180 ആയി, ഇങ്ങനെ ഒന്ന് 270 ആയി, വീണ്ടും അതിലേക്ക് വരും അല്ലെ. അങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ തീറ്റ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ അല്ലെ. എന്ന് പറഞ്ഞാൽ ബിയും എയും തമ്മിലുള്ള ആംഗിൾ മാറിക്കൊണ്ടിരിക്കല്ലേ അല്ലെ. ഇനി ഈ റൊട്ടേഷന്റെ ആംഗുലാർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് എഴുതാം. ലെറ്റ് ഒമേഗ ബി ദി ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി റൊട്ടേഷൻ. അങ്ങനെ കാണിച്ചാൽ ദ ആംഗുലാർ ഡിസ്റ്റൻസ് തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. നമ്മള് പിന്നെ സ്ട്രേറ്റ് ലൈൻ മോഷനിൽ S ഈസ് ഈക്വൽ ടു വി ടി എന്ന് പറഞ്ഞ റിലേഷൻ. S ഈസ് ഈക്വൽ ടു വി ടി അല്ലെ. S എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, V എന്ന വെലോസിറ്റി, ടി ടൈം അല്ലെ. അപ്പൊ ഇതെങ്ങനെയാണ്, സർക്കുലർ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു ആംഗിൾ തീറ്റ കവർ ചെയ്തു, തീറ്റ കവർ ചെയ്തപ്പം അതിന്റെ സ്പീഡ് എത്രയാണ്, ഒമേഗയാണ്, ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. അപ്പം S ഈസ് ഈക്വൽ ടു വി ടി എന്ന് പറഞ്ഞ ഇക്വേഷന്റെ സർക്കുലർ ആൾട്ടർനേറ്റീവ് ആണിത് അല്ലെ. അപ്പൊ തീറ്റ ഈക്വൽ ടു ഒമേഗ ടി എന്ന് വരും. അതുകൊണ്ട് the magnetic field magnetic flux phi equal to BA cos omega t അല്ലെ. BA cos theta ക്ക് പകരം cos omega t. ഇതിപ്പോ ഒരു ലൂപ്പേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. If there are n loops then the total flux phi equal to n BA cos omega t അല്ലെ. then ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ആ ഡയറക്ഷനില്ല. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ലൂപ്പ് ചേഞ്ചസ്. എന്തുകൊണ്ടാ ചേഞ്ച് ചെയ്യുന്നത്, എന്തുകൊണ്ടാ ചേഞ്ച് ചെയ്യുന്നത്, കാരണം ഫൈ എന്ന് പറഞ്ഞാല് NBA cos omega t ആണ് അല്ലെ. ഒമേഗ അല്ലെങ്കിൽ തീറ്റ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അല്ലെ. NBA cos theta എന്നല്ലേ, തീറ്റ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീറ്റ മാറാന്ന് പറഞ്ഞാൽ ഫൈ മാറാണ്. ഫൈ മാറിയാൽ എന്ത് ചെയ്യും, EMF ഇൻഡ്യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് EMF ഈസ് ഗിവൺ ബൈ ഈക്വൽ ടു
മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഫൈവ് മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി അല്ലേ. അപ്പൊ എൻ ബി എ കോസ് ഒമേഗ ടി എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എൻ ബി എൻ സി അല്ലേ, എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും അല്ലേ. കാരണം കോസ് ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. ആ മൈനസും മൈനസും കട്ട് ചെയ്ത് പോയി. ബാക്കി ഈക്വൽ ടു എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. ദിസ് ഇക്വേഷൻ ക്യാൻ ആൾസോ ബി റെപ്രസെന്റഡ് ആസ് ഇ ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി, വേർ ഇ സീറോ ഈസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ ഈസ് ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെ. ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, എ സി ഉണ്ടാവുന്നത് അല്ലെ. ആൾട്ടർനേറ്റിംഗ് കറന്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ. നമ്മള് ശരിക്കും ആ ഡൈനാമോന്റെ ഒരു അല്ലെങ്കിൽ ജനറേറ്ററിന്റെ ഒരു കേസ് അങ്ങോട്ട് ഇമാജിൻ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗുലാർ വെലോസിറ്റി 2π/t ആണ് അല്ലെ. ഒമേഗ ഈക്വൽ ടു 2π/t ആണ്. നമുക്കിപ്പോ കിട്ടിയത് ഇ ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ആണ് അല്ലെ. E0 സൈൻ ഒമേഗ ടി ആണ്. ഞാൻ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറയാം. ഓക്കെ, നോക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, ഒമേഗ ടി ആണ് അല്ലെ. ഇതിനെങ്ങനെ എഴുതാം, 2π/t ഇൻറ്റു ടി എന്ന് എഴുതാം അല്ലെ. തീറ്റ എന്ന് പറഞ്ഞാൽ 2π/t ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ ഡിഫറെന്റ് ഇൻസ്റ്റൻസിലുള്ള എന്ത് കാൽക്കുലേറ്റ് ചെയ്യാണ്, ഇ എം എഫ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി എന്നല്ലേ. ഇവിടെ ഞാൻ ടൈം എഴുതാണ് കേട്ടോ. ആദ്യം ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസ്. ഓക്കെ, എന്താ ഫോർമുല, ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. അപ്പൊ എന്തെങ്കിലും ടി ഈക്വൽ ടു ടൈം 0 ആകുമ്പോൾ ഈക്വൽ ടു E0 സൈൻ 0 എന്ന് വരും. അപ്പൊ ഇ എം എഫ് 0 അല്ലെ, ഇ എം എഫ് 0 എന്ന് വരും അല്ലെ. ഇനി ഞാന് ടി ഈക്വൽ ടു T/4 കൊടുത്തു. ടി ഈക്വൽ ടു T/4. ഓക്കെ, T/4 കൊടുത്താൽ എന്ത് വരും, ഈക്വൽ ടു E0 സൈൻ 2π/t ഇൻറ്റു T/4 എന്ന് വരും അല്ലെ. തീറ്റ എന്നാൽ 2π/t ആണ്. ആ സൈൻ ഒമേഗ ടിക്ക് വരെ ഒമേഗക്ക് വരെ 2π/t എടുത്തു. അപ്പൊ ടി കട്ട് ചെയ്ത് പോയി ബൈ 2π/4 എന്ന് വരും. 2π/4 എന്ന് പറഞ്ഞാൽ π/2. ഈക്വൽ ടു എന്ത് വരും, E0 എന്ന് വരും അല്ലെ. എന്തുകൊണ്ടാണ്, ടി കട്ട് ചെയ്ത് പോയി. 2/4 എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ π/2 സൈൻ π/2 പറഞ്ഞാൽ സൈൻ 90 1. അപ്പൊ E0 എന്ന് വരും അല്ലെ. ഇനി T/4 കഴിഞ്ഞു. ഇനി T/2 അല്ലെ. 0, 4, അര, 3/4, 1 അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ T/2 നടത്തുന്ന തരും ഈക്വൽ ടു E0 സൈൻ 2π/t ഇൻറ്റു T/2 വരും. അപ്പൊ ടി കട്ട് ചെയ്ത് പോകും, 2 കട്ട് ചെയ്ത് പോകും. സൈൻ പൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ് അല്ലെ. അപ്പൊ എന്ത് വരും, വീണ്ടും 0 ആണ് അല്ലെ. ഇനി വീണ്ടും 3T/4 അല്ലെ. അപ്പൊ എന്ത് വരും, E0 സൈൻ 2π/t ഇൻറ്റു 3T/4 എന്ന് വരും അല്ലെ. ടി കട്ട് ചെയ്ത് പോവും, അതുപോലെ ഇത് കട്ട് ചെയ്ത് പോയി 2 വരും. അപ്പം E0 സൈൻ 3π/2 എന്ന് വരും അല്ലെ. E0 സൈൻ 3π/2. സൈൻ 3π/2 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 270. അപ്പൊ എന്ത് വരും, മൈനസ് എന്ന് വരും അല്ലെ. അപ്പൊ ഈക്വൽ ടു മൈനസ് E0 എന്ന് വരും അല്ലെ. സൈനിന്റെ ഗ്രാഫ് ആലോചിച്ചാൽ മതി. സൈൻ തീറ്റന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, ഇങ്ങനെ അല്ലെ. ഇങ്ങനെ ഒന്ന് പോസിറ്റീവും നെഗറ്റീവും ഇല്ല, അതിനകത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് അല്ലെ. സൈൻ 270 ഡിഗ്രി നോക്കിയാൽ മതി അല്ലെ. -1 ആണ് ലാസ്റ്റ് ടി അല്ലെ. അപ്പൊ എന്ത് വരും, E0 സൈൻ 2π/t ഇൻറ്റു ടി കട്ട് ചെയ്ത് പോകും. സൈൻ 2π എന്താണ്, 0 ആണ്. ഇപ്പൊ ഇതിന്റെ വാല്യൂ നോക്കൂ. നമ്മള് ടൈം 0, 4, അര, 3/4, 1 അങ്ങനെ എടുത്തു ടൈം അല്ലെ. അല്ലെങ്കിൽ 0t, ക്വാർട്ടർ ടി, ഹാഫ് ടി, തേർഡ് ക്വാർട്ടർ ഓഫ് ടി ആൻഡ് ടി, ഫുൾ ടി അല്ലെ. അങ്ങനെ എടുത്തു. അപ്പൊ നമുക്ക് ഇ എം എഫ് കിട്ടിയത് 0, E0 0 മൈനസ് E0 0 എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം അല്ലെ. എങ്ങനെയാ ഗ്രാഫ് വരയ്ക്കുക,
അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല, ബേസിക്സ് ആണ്. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെ. ഇത് 0, ഇതിന്റെ മാക്സിമം വാല്യൂ E0, ഇതിന്റെ മിനിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെ -E0 അല്ലെ. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ 0, അതുപോലെ ഇവിടെ π/2, ഇവിടെ π, 3π/2, പിന്നെ 2π അല്ലേ. ഇനി അതിന്റെ ഗ്രാഫ് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? രീതി ഇങ്ങനെയല്ലേ കിട്ടുക അല്ലേ. ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ, ഇതാണ് അതിന്റെ മിനിമം വാല്യൂ, ഇതാണ് അതിന്റെ മീൻ വാല്യൂ അല്ലെ. ഈ രീതിയിലൊരു ഗ്രാഫാണ് കിട്ടുക. ഈ ഒരു വരക്കൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ AC സർക്യൂട്ട്സിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, മറ്റൊന്നുമല്ല. ഓക്കെ, ഇത് ജസ്റ്റ് സിംബോളിക് മാത്രമാണ് കേട്ടോ. ഇതൊരു സിമ്പല് മാത്രമാണ് AC-ന്റെ. അല്ല നമ്മൾ AC എന്ന് പറഞ്ഞാൽ കറണ്ട് ഇങ്ങനെ പോവുക, അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അതെന്റെ റെപ്രസെന്റേഷൻ മാത്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബേസിക് ആണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഓക്കെ, ഒരു ലൂപ്പ് ഇങ്ങനെ കടന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് ഇങ്ങനെ ഉണ്ടാവും, EMF ഉണ്ടാവും. ആ കറണ്ടിന്റെയും EMF-ന്റെയും ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നത് അല്ലെ. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. ആ രീതിയിൽ അതിന്റെ ഡയറക്ഷനും മാറിക്കൊണ്ടേയിരിക്കും. ഇനി അതിന്റെ EMF കിട്ടിയത് E=E0 sin ωt ആണ്. അതുകൊണ്ട് കറണ്ട് I = എന്താണ്? E/R ആണ് അല്ലെ. I = V/R അല്ലേ. E/R ആണ്. E0 sin ωt/R എന്ന് വരും അല്ലെ. E0/R is taken as I0. That means I = I0 sin ωt എന്ന് വരും അല്ലെ. Since E0/R = I0 അല്ലെ. അപ്പൊ നമുക്ക് EMF E=E0 sin ωt എന്ന് കിട്ടും. കറന്റ് I = I0 sin ωt എന്ന് കിട്ടും. ഇനി നമ്മുടെ ലക്ഷ്യം ഓരോ സർക്യൂട്ട് വരയ്ക്കുക, അതിനകത്ത് EMF-ഉം കറണ്ടും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഓരോ സർക്യൂട്ടുകളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം കൂടെ പറയാണ്ട്. ടൈറ്റിൽ ചെയ്ത മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് EMF. എന്താണ് ഇതിന്റെ മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് EMF. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഈ പറയുന്നതൊക്കെ അതിന്റെ ബേസിക്സ് മാത്രമാണ്. ഇതൊന്നും ഭയങ്കര തല പൊകിഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് പഠിച്ചാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇത് നിങ്ങളുടെ സിലബസിനകത്തുള്ള തന്നെയാണ്, പക്ഷെ എക്സാമിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എക്സാമിന് ഇത് ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പം ഇത് ബേസിക്സ് നിങ്ങൾക്ക് അറിയണം, നിർബന്ധമാണ്. ഇത് അറിഞ്ഞാലേ നമുക്ക് ബാക്കി ഭാഗം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ തല പൊകിഞ്ഞ് ആലോചിച്ചുകൊണ്ട് പഠിക്കൊന്നും വേണ്ട കേട്ടോ. പക്ഷെ ഇത് മനസ്സിലാക്കിയ എളുപ്പമുണ്ട്. ഇനി എന്താണ് മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് EMF? Mean value of alternating EMF is defined as the average over half period of a cycle. Average value of EMF over a half period of cycle. Okay. ഒരു ഹാഫ് പീരിയഡില് അല്ലെ, ഇതാണ് ഫുൾ പീരിയഡ് എന്ന് പറഞ്ഞാൽ അല്ലെ. അതിനകത്തെ ഹാഫ് പീരിയഡിലെ ആവറേജ് വാല്യൂ. എന്തുകൊണ്ടാണ് ഹാഫ് പീരിയഡിൽ എന്ന് പറയാൻ കാരണം? ഫുൾ എടുത്താൽ 0 ആണ്, ഉറപ്പാണ്. കാരണം ഇതിനൊരു പോസിറ്റീവ് ഹാഫ് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് ഉണ്ട്. അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അതുകൊണ്ടാണ് ആവറേജ് നമ്മൾ ഫുൾ പീരിയഡ് എടുക്കാത്തത്, ഹാഫ് പീരിയഡ് എടുക്കും. ഓക്കെ, എന്താണ് ഇറ്റ് ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് EMF ഓവർ എ ഹാഫ് പീരിയഡ് ഓഫ് ദി സൈക്കിൾ അല്ലെ. ഇനി അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഈ മീൻ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ 0 to t/2 എന്ന് വരിക. ഇവിടെ അല്ലേ t/2 ഓവർ ഹാഫ് പീരിയഡ് അല്ലേ. ഈ എന്തിന്റെ ഈന്റെ ബൈ മീൻ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ dt വരും അല്ലെ. ഇന്റഗ്രൽ 0 to t/2 ഈ dt ബൈ ഇന്റഗ്രൽ dt എന്ന് വരും. ഇനി ഇത് വിശദമായിട്ട് വായിക്കണമെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ടെക്സ്റ്റിൽ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. 0 to t/2 ഈ തോന്നുന്നത് എന്താണ്? E0 sin ωt dt ബൈ ഇന്റഗ്രൽ dt എന്ന് വരും അല്ലെ. 0 to t/2 അല്ലെ. ഇനി ഈ ഇക്വേഷൻ ചെയ്യാം. എന്താ E0 into ഇന്റഗ്രൽ sin ωt എന്ന് പറഞ്ഞാല് മൈനസ് cos ωt എന്ന് വരും അല്ലെ. Zero to t/2 divided by t. From 0 to
T/2 അല്ലേ? അത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈക്വൽ ടു അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2E0/π എന്ന് വരും അല്ലേ? അതിനകത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒമേഗ ഈക്വൽ ടു 2π/t എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുത്തിട്ട് വേണം ഇവിടെ എത്താൻ. ഇത് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് നോട്ട് ചെയ്തുമ്പോൾ അതിനകത്ത് കാണണം കേട്ടോ. ഓക്കെ, അതിനകത്ത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഒമേഗക്ക് പകരം 2π/t കൊടുത്തിട്ട് ചെയ്യണം. ഓക്കെ, അത് ഇവിടെ ഈ ഒമേഗ ഉണ്ടല്ലോ, അത് മാറ്റുമ്പോൾ നമുക്ക് ടി കട്ട് ചെയ്ത് കളയാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ 2E0/π എന്ന് വരും. പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.14 ആണ്. സോ we will get E mean equal to 0.637 E0 എന്ന് കിട്ടും. ഓക്കെ, മീൻ വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് EMF ഈക്വൽ ടു 0.637 E0 എന്ന് കിട്ടും. അതുപോലെ I ഈക്വൽ ടു E/R അല്ലേ? അപ്പൊ കിട്ടും I mean ഈക്വൽ ടു 0.637 I0 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആവറേജ് വാല്യൂ ഓഫ് EMF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് RMS വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് EMF ആണ്. അതിന്റെ ആ സ്റ്റെപ്പ് അടക്കം എഴുതണം കേട്ടോ. ഇനി നമ്മളിപ്പോ തൊട്ടുമ്പോ പറഞ്ഞു നമ്മൾ ഹാഫ് പീരീഡ് എടുക്കാനുള്ള കാരണം എന്താണ്? കാരണം ഫുൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് വാല്യൂ 0 ആയി പോകും. ആവറേജ് വാല്യൂ 0 ആയി പോകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ RMS വാല്യൂ എടുക്കും. എന്താ RMS എന്ന് പറഞ്ഞാല്? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലേ? സ്ക്വയേഴ്സിന്റെ സമ്മിന്റെ മീനിന്റെ റൂട്ട്, അതാണ് RMS എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്കറിയാം E എന്ന് പറഞ്ഞാൽ എന്താണ്? E0 sin ωt. അപ്പൊ ആദ്യന്റെ സ്ക്വയർ RMS, റൂട്ട് മീൻ സ്ക്വയർ അല്ലേ? അപ്പൊ സ്ക്വയർ എന്താണ്? E² ഈക്വൽ ടു E0 സ്ക്വയർ സൈൻ സ്ക്വയർ ωt അല്ലേ? അപ്പൊ സ്ക്വയർ ആയി അല്ലേ? ഇനി ഇതിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് കാണണം അല്ലേ? സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൊത്തം ലെങ്തി ആണ്, അതുകൊണ്ട് നമ്മൾ സമ്മേഷന് പകരം ഇന്റഗ്രേഷൻ എടുക്കും. E² ടോട്ടൽ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t ഓവർ ഫുൾ പീരീഡ് എടുക്കും, ഹാഫ് അല്ല. E² dt അല്ലേ? അതെടുക്കും. ഇനി അതിന്റെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അല്ലേ? അങ്ങനെയല്ല, മീൻ ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് അല്ലേ? അപ്പൊ എന്തെടുക്കും? മീൻ എടുക്കണമെങ്കിൽ mean of squares of alternating EMF over a complete cycle. Mean of squares of alternating EMF over a complete cycle എന്ന് പറയുമ്പോൾ എന്ത് വരും? E² അല്ലെ? ഇവിടെ മീൻ ആണ് ഉദ്ദേശിക്കുന്നത്, വെക്ടർ അല്ല. E² ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t E² dt ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ 0 to t dt. മീൻ എടുക്കേണ്ടത്. ഓക്കെ, 0 to t which is equal to integral 0 to t E0 square sin square omega t dt by integral dt 0 to t അല്ലേ? അത് കിട്ടി. നിങ്ങൾക്ക് ഒരു വർക്കും കൂടെ തരികയാണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കാണണം. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? 1 മൈനസ് cos 2 theta by 2 കൊടുക്കണം. sin square omega t ക്ക് പകരം 1 മൈനസ് cos 2 omega t by 2 കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്റെ ഫൈനൽ ആൻസർ കിട്ടണം. which is equal to E0 square into t by 2 by t. ഓക്കെ, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാതാണ് കേട്ടോ. ഇത് t by 2 എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുക. മുകളിലത്തെ ഇതിന്റെ ഇന്റഗ്രൽ 0 to t കിട്ടുക. അപ്പൊ എന്ത് വരും? E0 square by 2 എന്ന് വരും. ഇതെന്താണ്? മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ആൾട്ടർനേറ്റിംഗ് EMF. ഇനി RMS അല്ലേ? റൂട്ട് മീൻ സ്ക്വയർ വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യാ? RMS. therefore ERMS equal to എന്താണ്? റൂട്ട് ഓഫ് E0 square by 2. ഇതിന്റെ റൂട്ട് അല്ലേ? അപ്പൊ എന്ത് വരും? ERMS equal to E0 by root 2 വരും അല്ലേ? ERMS equal to E0 by root 2 വരും. അതുപോലെ IRMS equal to I0 by root 2 വരും. കാരണം IRMS എന്ന് പറഞ്ഞാൽ ERMS by R ആണ്. അതിനകത്ത് E0 by R ന് പകരം I0 കൊടുത്തു. അപ്പൊ അങ്ങനെ അല്ലേ? ഇനി 1 by root 2 ന്റെ വാല്യൂ എന്താണ്? 0.707 അല്ലേ? അതുപോലെ
IRMS equal to 0.707 E0 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഈ രീതിയിലാണ് നമ്മൾ IRMSഉം ERMSഉം കാൽക്കുലേറ്റ് ചെയ്യുക. അതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടി, എന്താണ് ഫോം ഫാക്ടർ. എന്താണ് ഫോം ഫാക്ടർ? നമ്മുടെ AC സിഗ്നൽ എത്രത്തോളം സ്മൂത്ത് ആണെന്ന് കാണിക്കുന്നതിന്റെ ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് RMS വാല്യൂ ഓഫ് EMF ടു ദി മീൻ വാല്യൂ ഓഫ് EMF. കറണ്ടും ആവാം. റേഷ്യോ ഓഫ് RMS വാല്യൂ ഓഫ് കറന്റ് ടു ദ മീൻ വാല്യൂ ഓഫ് കറന്റ് എന്നാവാം. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് RMS വാല്യൂ ഓഫ് EMF ഓർ കറന്റ് ടു ദ മീൻ വാല്യൂ ഓഫ് EMF ഓർ കറന്റ്. ഓക്കെ, അപ്പൊ ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? ERMS ബൈ E mean. നമ്മളിപ്പോ ERMSഉം E meanഉം കാൽക്കുലേറ്റ് ചെയ്തു. ERMS എത്ര കിട്ടി? 0.707 E0 കിട്ടി. IRMS എത്ര കിട്ടി? 0.637 E0 കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1.11 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഫോം ഫാക്ടറിന്റെ വാല്യൂ എത്രയാണ്? 1.11. ഇത് നമ്മൾ IRMS ബൈ I mean എടുക്കാം, സെയിം വാല്യൂ കിട്ടാം. എന്തായാലും E0 കട്ട് ചെയ്തു, അതുപോലെ I0 കട്ട് ചെയ്ത് പോയി, ഇങ്ങനെ തന്നെ കിട്ടും. ഇനി ഫോം ഫാക്ടർ ഈസ് യൂസ്ഡ് ടു നോ ദി ഷേപ്പ് ഓഫ് AC വേവ് ഫോംസ്. AC വേവ് ഫോംസിന്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള സംഭവമാണ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു പെർഫെക്റ്റ് സൈനുസോയിഡൽ വേവ് ആണെങ്കിൽ അതിന്റെ ഫോം ഫാക്ടർ 1.11 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് AC എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഒരു ക്ലാസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലേക്കുള്ള അതിന്റെ ഒരു ബേസിക് ആണ്. അതുപോലെ ഒരു പക്ഷേ നമ്മുടെ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടായിരുന്ന AC യെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയും കൂടിയാണ് അല്ലെ? AC എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതും കൂടെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിശദമായി പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തേക്ക്. ഇനി നമുക്ക് സർക്യൂട്ട് സോൾവിങ് അടുത്ത ക്ലാസ് മുതൽ തുടങ്ങാം. സീ യു ദെൻ. താങ്ക് യു ഓൾ.